അപ്പോൾ നമ്മൾ സമ്മേളനത്തിൻ്റെ തുടക്കം നാളെ തുടങ്ങാൻ പോകണം. യാത്രയുടെ മുമ്പായിട്ട് ആലിപ്പൂസിലെ എന്നാണ് നമ്മളതിൻ്റെ പൊടി വാങ്ങുന്നത്. പതാക ഇവർക്ക് സ്വീറ്റാക്കുന്നുണ്ട്, അവർ വീട്ടിൽ ചെന്നിട്ട് വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ടുള്ള സിയാറത്ത്, സിയാറത്ത് സിയാറത്തിനെ കബൂൽ ചെയ്യട്ടെ. യാത്ര ഏർപ്പാക്കി വീണ്ടും അതിൻ്റെ തുടക്കം വെള്ളിയാഴ്ച 19 സമ്മേളനത്തിൽ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുക. വേണ്ടിയിട്ട് നാട്ടുകാരുടെ ജനങ്ങളുടെ പതാക കൈമാറ്റാണെന്ന് നടത്താൻ പോകുന്നത്. ബഹുമാനപ്പെട്ട നാട്ടുകാരുടെ ജനങ്ങളുടെ സെക്രട്ടറി ആലിമത്തി മുസ്ലിം അദ്ദേഹത്തിന്റെ ആത്മീയപ്പെടുത്തട്ടെ, അവര് രോഗശൈലിയിലാണുള്ളത്. അപ്പൊ അവരിൽ നിന്ന് പതാക സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തിരുവനന്തപുരം കന്യാകുമാരിയിലേക്ക് എല്ലാ അധികം ആളുകളും അങ്ങോട്ട് പോവാണ്. കന്യാകുമാരിൽ നാളെ അങ്ങോട്ട് ഉദ്ഘാടന സമ്മേളനം അവിടെ നടത്തപ്പെടും. അത് കഴിഞ്ഞ് യാത്ര ആരംഭിക്കുകയും ചെയ്യും. യാത്രയുടെ മുന്നോടിയായി കൊണ്ടുള്ള സിയാറത്തുകളാണ്. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജനീയത്തിൻ്റെ പ്രസിഡന്റ് പ്രസ്താവത്തായ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ബഹുമാനപ്പെട്ടവരുടെ ഹലോത്തിൽ സിയാറത്ത് ചെയ്തു. പിന്നെ വരക്കൽ സംസ്ഥയുടെ പ്രാരംഭ പ്രസിഡന്റ് വരക്കൽ സയ്യിദ് റഹ്മാൻ ബാരി മുതലായ തങ്ങളും വളരെ പിതാക്കന്മാരുടെ പിന്നെ ബഹുമാനപ്പെട്ട ശേഖന സംസ്കൃതവും ഖബർ സിയാറത്ത് ചെയ്ത് അവിടുന്ന് ഇരിയങ്ങളും സിയാറത്ത് ചെയ്ത് ബഹുമാനപ്പെട്ട ശേഖ് അബ്ദുൽ വഫ അലാവുദ്ദീൻ ഹിംസി തങ്ങൾ മറുപടി സിയാറത്ത് ചെയ്യേണ്ടതാണ്. ഞാൻ നിങ്ങളെ സൗകര്യമില്ലാത്തതുകൊണ്ട് അത് പിന്നെ അവസരത്തിൽ നീട്ടിവെച്ചിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് മമ്പം മക്കാം സിയാറത്ത് ചെയ്യും. അവിടെ ബഹുമാനപ്പെട്ട ശ്രീ അലവി മൗലംബരിയ സിയാറത്തിന് ശേഷം ബഹുമാനപ്പെട്ട ശ്രീ ഹുസൈൻ ജിഫ്രി ഞങ്ങൾ പാപമാരുടെ ആളാണ്. ഞങ്ങൾ ബംഗാളാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടുള്ള വന്ന സ്ഥലമാണ്. അവിടെയും അവർ മക്കാമിനെ സിയാറത്ത് ചെയ്ത് പെരുന്നിയിലാണ് മക്കാമുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പാണക്കാട് ബഹുമാനപ്പെട്ട സാധാർത്ഥികളെ മക്കാമ് സിയാറത്ത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ബാബുസിലെ അടക്കം കാണമ്പാടി മക്കാമ് സിയാറത്ത് ചെയ്ത് തിരുവിക്കാട്ട് പോകും. തിരുവിക്കാടിന് ചെറിയൊരു ടൈമിൽ വെച്ചുകൊണ്ട് പതാക കൈമാറ്റി നോക്കി അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ മുഖേന കാറ് മുഖേന തെരഞ്ഞെടുക്കും. കന്യാകുമാരിയിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങള് തന്റെ സന്ദേശയാത്ര ആരംഭിച്ച് ഇന്ന് എറണാകുളത്തിന്റെ മണ്ണിൽ വന്ന് എത്തി നിൽക്കുമ്പോഴാണ് പലരുടെയും കണ്ണു തുറക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ യാത്ര തുടങ്ങുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ് തങ്ങള് ഈ പറയുന്ന പാണക്കാട്ടെ മക്ബറയില്, അതുപോലെ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത്, ശംസുൽ ഉലമയുടെ അടുത്ത്, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ അടുത്ത്, അതുപോലെ മമ്പുറം മക്കാമില്, ജിഫ്രി മക്കാമില്, അങ്ങനെ എല്ലായിടത്തും തങ്ങളുപ്പാപ്പ എത്തിയത്. അവരോടൊക്കെ പറയാനുള്ളത് പറഞ്ഞിട്ടും ചിലതൊക്കെ തങ്ങളുടെ മുഖഭാവത്തിൽ നിന്ന് അവരൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട്. അങ്ങനെയാണ് ഈ പറയുന്ന യാത്രക്ക് സയ്യിദുൽ ഉലമ ഒരുങ്ങിയതും ഇറങ്ങി തിരിച്ചതും എന്നുള്ളത് നിങ്ങൾ ആരും മറക്കണ്ട. ഇവിടെ എന്റെ വലിയ ഒരു സംശയമുണ്ട്. ആ സംശയം എന്ന് പറയുന്നത് പാണക്കാട്ടെ തങ്ങന്മാര്, പാണക്കാട്ടെ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങള്, പാണക്കാട്ടെ അബ്ബാസ് അലി തങ്ങള്, ഇവരുടെയൊക്കെ ഇടയിലും അതുപോലെ സമസ്തക്കിടയിലും പാണക്കാട് തറവാട്ടിന്റെയും സമസ്തക്കിടയിലും ആരൊക്കെയോ ചേർന്ന് വലിയ കർട്ടനുകൾ ഇടുന്നുണ്ട് എന്നുള്ള ഒരു വലിയ സംശയമാണ്. അല്ലെങ്കിൽ ചില മറകൾ സൃഷ്ടിക്കുന്നുണ്ട്, ചില തടസ്സങ്ങൾ ചിലർ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ സംശയം എന്റെ മനസ്സിലുദിക്കുകയാണ്. അതല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജിഫ്രി തങ്ങള് പാണക്കാട്ടെ മക്കാമിൽ പോയിരുന്ന്
അവിടെ കിടക്കുന്ന PMS പൂക്കോയ തങ്ങള്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങള്, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങള്, ഇവരോടൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്റെ യാത്രക്കുള്ള സമ്മതം ഇങ്ങനെ ചോദിച്ചു വാങ്ങുമ്പോ ഇത് കണ്ടില്ലെന്ന് പാണക്കാട്ട മക്കള് എങ്ങനെ പറയും? ഇത് കണ്ടില്ലെന്ന് എങ്ങനെ നടിക്കും പാണക്കാട്ട മക്കള്? ആ മക്കൾക്കിടയിലും സമസ്തക്കിടയിലും ആരൊക്കെയോ ചില തടസ്സങ്ങളും ചില കർട്ടനുകളും സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ചില രാഷ്ട്രീയ തൽപര കക്ഷികള് ചില താല്പര്യങ്ങൾക്ക് പുറത്ത് ഞാൻ എല്ലാവരെയും കടന്ന് ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ അല്ല ചെയ്യുന്നത്. പക്ഷേ പാണക്കാട്ട് തങ്ങന്മാർക്കിടയില് അവർക്കിടയിലും സമസ്തക്കിടയിലും ഒരു തടസ്സം സൃഷ്ടിക്കാൻ ചിലർ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് പാണക്കാട്ട് തങ്ങന്മാര് മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമാണ്. കാരണം ജിഫ്രി തങ്ങള് ആരെയും അവഗണിക്കുകയോ ഒഴിവാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉദ്ഘാടകനായിട്ട് ആദ്യം ജിഫ്രി തങ്ങൾ വിളിച്ചത് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളെയാണ്. സാദിഖ് അലി തങ്ങള് അന്നെന്തോ അദ്ദേഹത്തിന് മറ്റെന്തോ പരിപാടികൾ ഉണ്ടായ കാരണം അദ്ദേഹം അത് പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ അബ്ബാസ് അലി തങ്ങളെ വിളിച്ചു. അബ്ബാസ് അലി തങ്ങൾക്ക് വരാനുള്ള ട്രെയിൻ ടിക്കറ്റും ഈ പറയുന്ന താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കി തയ്യാറാക്കി കാത്തിരുന്നു. പക്ഷെ അബ്ബാസ് അലി തങ്ങളും എത്തിയില്ല എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവര് അത് പാണക്കാട്ട കുടുംബത്തെയും സമസ്തയെയും രണ്ട് ചേരിയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ കഴിയില്ല. അതിൽ മേ ബി തലയെക്കെട്ട് കെട്ടിയ ഫൈസിമാരുണ്ടായേക്കാം എന്ന് ഞാൻ സംശയിച്ചാൽ ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? സമസ്തയുടെ സ്ഥാപനങ്ങളെ പിടിച്ചടക്കി അതിൽ പല പുത്തനാശയങ്ങളും കൊണ്ടുവന്ന് പലതിനെയും വികലമാക്കി സമസ്തയുടെ ആദർശ വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിച്ച് മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോ സമസ്ത വേണ്ട അവിടെ നിർത്ത് എന്ന് പറഞ്ഞപ്പോ പലരെയും കൂട്ടുപിടിച്ച് പലതിന്റെയും അടിസ്ഥാനത്തിൽ അതൊക്കെ കൈക്കലാക്കി നടക്കുന്ന ഫൈസിമാര് അവരാണ് ഈ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് ഞാൻ സംശയിച്ചാൽ അല്ലെന്ന് പറയാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ആളുകളെ പാണക്കാട്ടെ തറവാട്ടിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സമസ്ത മാറ്റി നിർത്തിയിട്ടുണ്ട്, നായ തൊട്ട കലം പോലെ മാറ്റി നിർത്തിയിട്ടുണ്ട് സമസ്ത. അങ്ങനെ സമസ്ത പലരെയും പല കാലഘട്ടത്തിലും മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുപോലെ ഈ കൂട്ടരെ മാറ്റി നിർത്താൻ പാണക്കാട്ട കുടുംബം തയ്യാറാവണം. അപേക്ഷയാണ്. കാരണം അവര് നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നത്, അല്ല നിങ്ങളിൽ നിന്ന് പലതിനെയും മറച്ചു പിടിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ പലതിനും കർട്ടൻ ഇടുന്നത് അത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് പാണക്കാട്ടെ കുടുംബം മനസ്സിലാക്കുക. അതോടൊപ്പം ഇപ്പോ പുറത്തേക്ക് വരുന്ന ചില വാർത്തകളുണ്ട്. അത് കന്യാകുമാരിയിലെയും തിരുവനന്തപുരത്തെയും കോട്ടയത്തെയും പത്തനംതിട്ടയിലെയും കൊല്ലത്തെയും ആലപ്പുഴയിലെയും ദൃശ്യങ്ങൾ കണ്ടിട്ട് ചിലരൊക്കെ ഈ കപ്പലിലേക്ക് കയറാൻ എന്നെ കൂടി കയറ്റുമോ എന്നുള്ള ചോദ്യവുമായി രംഗത്തെത്തിയതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും നല്ലതിന് എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ. കണ്ണു തുറക്കാൻ ഇപ്പോഴെങ്കിലും സമയമായല്ലോ. ബഹിഷ്കരിച്ചവരും പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചവരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് സമസ്തയാണ്. ഇത് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് വരക്കൽ മുല്ലക്കോയ തങ്ങള് തുടങ്ങി വെച്ചതാണ്. ഇതിനെ കൊണ്ട് നടന്നത് ശംസുല്ലമയും കണ്ണീർ ഉസ്താദുമാണ്. ആ മഹാന്മാരുടെ കൈത്താങ്ങ് ഈ പ്രസ്ഥാനത്തിന് ലോകാവസാനം വരെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഉമ്മത്താണ് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത് എന്നുള്ളത് പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിക്കുന്നവര് മനസ്സിലാക്കിക്കോ. ഇനി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കപ്പലിലേക്ക് കയറാൻ വല്ല ചാൻസും ഉണ്ടെങ്കിൽ കയറിക്കോ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം തുറമുഖം അല്ലെങ്കിൽ അഴിമുഖം വിട്ടതിന് ശേഷം നടുക്കടലിലേക്ക് കപ്പലെത്തിയിട്ട് ആ കപ്പലിലേക്ക് നീന്തിച്ചെന്ന് കയറാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹമാണെന്ന് ഞാൻ പറയും. കാരണം ഈ അഴിമുഖത്ത് നിന്ന് അല്ലെങ്കിൽ ഈ തുറമുഖത്ത് നിന്ന്
നടുക്കടലിൽ കപ്പലുള്ളയിടത്ത് വരെ നീന്തി എത്താൻ നിങ്ങളുടെ ജീവൻ ബാക്കിയുണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ്? അതല്ലെങ്കിലും മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താ കാര്യം? സക്കറാത്തുൽ മൗത്തിലെ തൗബ അല്ലാഹ് പടച്ച തമ്പുരാൻ സ്വീകരിക്കൂല എന്നല്ലേ? ആ സക്കറാത്തുൽ മൗത്തില് ഈ കപ്പലിൽ കയറാമെന്ന് ആരും കരുതേണ്ട. ആ തൗഫീഖ് ഉണ്ടാവില്ല. ഇതൊരു തൗഫീഖാണോ? മാറി നിൽക്കുന്നവർ മനസ്സിലാക്കിക്കോ, ഇത് വല്ലാത്തൊരു തൗഫീഖാ. പടച്ച തമ്പുരാന്റെ തൗഫീഖ്, സയ്യിദുൽ ഉലമയുടെ കൈ പിടിച്ച് നടക്കാനുള്ള തൗഫീഖ് അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അതും ഒരു തൗഫീഖാ. ആ തൗഫീഖ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു തൗഫീഖാ. മനസ്സിലായില്ലേ? ആ തൗഫീഖ് കിട്ടുക എന്ന് പറയുന്നത്, ഈ കപ്പലിൽ കയറാനുള്ള തൗഫീഖ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ മറ്റൊരു തൗഫീഖാ. അത് എല്ലാവർക്കും ലഭിച്ചോളണമെന്നില്ല. അതുകൊണ്ട് അവസരമുണ്ട്. നാളുകളിൽ മലബാറിലേക്ക് എത്തുകയാണ്. ഇന്ന് എറണാകുളത്ത് അവസാനിക്കും. ഇനി തൃശ്ശൂരും പാലക്കാടും കഴിഞ്ഞാൽ പിന്നെ മലബാറിലേക്കാണ്. ആ സമയമെങ്കിലും ഉപയോഗപ്പെടുത്തി ഈ കപ്പലിലേക്ക് കയറാൻ മനസ്സ് കാണിച്ചാൽ നല്ലത് എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം കൂടുതൽ ഈ അതിര് കടന്ന് വിമർശിക്കാനോ പേരെടുത്ത് പറഞ്ഞ് കാര്യങ്ങൾ പറയാനോ മുതിരാത്തത് ഇവരൊക്കെ എന്റെ നേതാക്കന്മാരാണ്, ഈ ഉമ്മത്തിന്റെ നായകരാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നത് കൊണ്ടാ. മനസ്സിലായില്ലേ? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. സയ്യിദുൽ ഉലമ കന്യാകുമാരിയിൽ നിന്ന് ഈ യാത്ര തുടങ്ങിയപ്പോ അതിന്റെ തലേ ദിവസം പാണക്കാട്ടെ മക്ബറയിൽ അടക്കമെത്തി തന്റെ സമുന്നതരായ നേതാക്കളെ, മഹത്തുക്കളായ മുൻഗാമികളെ കണ്ട് സമ്മതം ചോദിച്ചിറങ്ങിയപ്പോ ആ മക്ബറകളില്, പാണക്കാട്ടെ മക്കാമില്, ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്ത്, കണ്ണീരത്ത് ഉസ്താദിന്റെ അടുത്ത്, ശംസുൽ ഉലമയുടെ അടുത്ത്, വരക്കൽ മക്കാമില് ഒക്കെ പോയി നിന്ന ഒരു വല്ലാത്തൊരു നിപ്പുണ്ട്. ആ നിപ്പ് കണ്ടിട്ട് നെഞ്ചു പൊട്ടിയതാണ് ഈ കേരളത്തിന്റെ ഉമ്മത്ത്. നെഞ്ചു പൊട്ടിയതാണ് ഈ കേരളത്തിന്റെ ഉമ്മത്ത്. അന്ന് മുതല് ഈ കേരളത്തിന്റെ ഉമ്മത്ത് പറയുന്നുണ്ട്, പടച്ചോനെ എന്റെ തങ്ങൾക്ക് നീ ഹിമ്മത്ത് നൽകണേ എന്ന്. അത് സർവശക്തനായ അല്ലാഹ് അത് കേൾക്കാതിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാ? അങ്ങനെ നിങ്ങൾ കരുതിയ നിങ്ങളെ കുറിച്ച് ഞാൻ എന്താ പറയാ? ജീവിതത്തില് എവിടുന്നോ കിട്ടിയ ഒരു അറിവാണ്. ആ അറിവിന്റെ അടിസ്ഥാനത്തില് ഇന്നും പിന്തുടരുന്ന ഒരു കർമ്മമുണ്ട്. എന്താ ആ കർമ്മം എന്ന് പറയുന്നത് എല്ലാ ദിവസവും മറക്കാറില്ല. ഈ അടുത്ത കാലത്തൊക്കെ തെറ്റിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയായിരിക്കും അതിന്റെ ഉത്തരം. അങ്ങനെ പതിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും മഗ്‌രിബ് കഴിയുമ്പോ ഇലാ ഹദ്റത്തി ശൈഖനാ ശംസുൽ ഉലമ അബീ ബക്രിനിൽ കാതിബിൽ ഖാദിരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാത്തിഹ ഓതാറുണ്ട്. ഇത് ഞാൻ മാത്രമാണോ ചെയ്യുന്നത്? കേരളത്തിന്റെ ഉമ്മത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും അത് ചെയ്യുന്നവരാണ്. ആ ശംസുൽ ഉലമയുണ്ടോ, ജിബ്രീ തങ്ങളുടെ കൈ പിടിച്ച് നടത്താൻ, ഒരു താങ്ങാവാൻ, ഹിമ്മത്ത് നൽകാൻ ആ ശംസുൽ ഉലമയുണ്ട്, ആ ശൈഖുണ്ട്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ ദീനിന് വേണ്ടി ശംസുൽ ഉലമ നടത്തിയ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളുണ്ട്. ഈ പ്രസ്ഥാനത്തെ കൈപിടിച്ച് നടത്താൻ ഇന്നും എന്റെ ശൈഖുന ഉണ്ട് എന്ന് കരുതുന്ന കൂട്ടരിൽപ്പെട്ടവനാണോടോ ഞാന്. അങ്ങനെയുള്ള ആളുകള് ഈ ഉമ്മത്തിൽ ഉണ്ടാകുമ്പോ അങ്ങനത്തെ ശൈഖുന ശംസുൽ ഉലമ വളർത്തിക്കൊണ്ടുവന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന സയ്യിദുൽ ഉലമ ഇന്നിന്റെ കാലഘട്ടത്തില് ഈ പ്രസ്ഥാനത്തെ കൈപിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ആ തങ്ങൾക്ക് ഒരു പ്രതിസന്ധി വരുമ്പോ, ആ തങ്ങൾക്ക് വല്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ട ഘട്ടം വരുമ്പോ കൈത്താങ്ങാവാൻ വരക്കൽ മക്കാമിൽ കടന്നുകൊണ്ട് ശൈഖുന ശംസുൽ ഉലമ ഉണ്ടാകില്ലെന്ന് പറയാൻ നിങ്ങൾക്കാകുമോ?
ശൈഖുനയുണ്ട്, കണ്ണിയത്ത് ഉസ്താദുണ്ട്, വരക്കൽ മുല്ലക്കോയ തങ്ങളുണ്ട്, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുണ്ട്. ജീവിതം അങ്ങനെ. കണ്ണിയത്ത് ഉസ്താദ് ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? വാഴക്കാട് ഇന്നും പോയി ചോദിച്ചോളൂ. നിങ്ങളുടെ വീടുകളിൽ നിന്ന്, നിങ്ങളുടെ തറവാടുകളിൽ നിന്ന് വലിയ ദൂരമൊന്നും വാഴക്കാട്ടെ മക്കാമിലേക്കില്ലാലോ. ആ വാഴക്കാട്ട് പോയിട്ട് ഒന്ന് ചോദിച്ചു നോക്ക് ആ നാട്ടുകാരോട്, ആരായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെന്ന്, ആരായിരുന്നു കണ്ണിയത്ത് ഉസ്താദ് എന്ന് ആ വാഴക്കാട്ട് പോയിട്ട് വാഴക്കാട്ടെ ജനങ്ങളോടൊന്ന് ചോദിച്ചു നോക്ക്. ആ വാഴക്കാട്ടെ മക്കള് പറഞ്ഞു തരും ആരാണ് കണ്ണിയത്ത് ഉസ്താദ് എന്ന്. ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത വ്യക്തി, ഹറാമ് ചെയ്തിട്ടില്ല എന്നല്ലടോ പറയുന്നത്, കറാഹത്ത് ചെയ്യാത്ത വ്യക്തി എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാനും നിങ്ങളുമൊക്കെ എത്ര ഹറാമ് ഒരു ദിവസം ചെയ്യുന്നുണ്ട് എന്ന് എണ്ണി നോക്കിയിട്ടുണ്ടോ? ആ കണ്ണിയത്ത് ഉസ്താദ് അവിടെ കിടക്കുന്നുണ്ട് വാഴക്കാട്ട മക്കാമില്. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ ചാര നിന്ന് ജിബ്രീ തങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശംസുൽ ഉലമയുടെ ചാരത്ത് നിന്ന് ജിബ്രീ തങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാണക്കാട്ട് മക്കാമില് PMS പൂക്കോയ തങ്ങള്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങള്, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങള്. ആരാണ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങള്? ആറ്റപ്പൂവല്ലേ, ആറ്റപ്പൂവല്ലേ. ഈ 100ാം വാർഷികത്തിന്റെ പ്രഖ്യാപനം നടത്തിയത് ആറ്റപ്പൂവല്ലേ. ആ ആറ്റപ്പൂവിന്റെ ചാരത്ത് നിന്ന് തങ്ങളുലമ ഒന്ന് പതറിയിട്ടുണ്ടായിരുന്നെങ്കിൽ, തങ്ങളുടെ കണ്ടമിടറിയിട്ടുണ്ടെങ്കിൽ, കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരൊക്കെ കൂടെ നിൽക്കുന്നില്ലെന്ന് നിങ്ങൾ കരുതിയോ? തെറ്റിയില്ല മക്കളെ, നിങ്ങൾക്ക് തെറ്റി. തിരിച്ചറിവിന് സമയം ഇനിയും വൈകിട്ടില്ല. എന്താണെങ്കിലും ശുഭവാർത്തകൾ കേൾക്കുന്നുണ്ട്, അത് സാധ്യമാകട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി ഒരു കാര്യം അവസാനമായിട്ട് പറഞ്ഞു വെക്കുകയാ. ആരൊക്കെ നിന്നാലും, ആരൊക്കെ ചേർന്ന് നിന്നാലും, ആരൊക്കെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചാലും, ഈ ബഹുമാനപ്പെട്ട പ്രസ്ഥാനം എന്ന് പറയുന്ന, സമസ്ത എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പ്രസ്ഥാനം, അതിനെ മുന്നിൽ നിന്ന് കൈപിടിച്ച് നടത്തുന്നത് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളാണ്. ആ ജിഫ്രി തങ്ങളെ കൈപിടിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് കന്യാകുമാരിയിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തങ്ങൾ പോയി കണ്ട എല്ലാവരും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ഈ കാഴ്ചകള് ഇതൊന്നും നിങ്ങൾ കാണാഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോ ഇവരൊക്കെ ഉണ്ട്, ജിഫ്രി തങ്ങളുടെ കൈപിടിക്കാൻ ഇവരൊക്കെ ഉണ്ട് എന്നുള്ളത്